ഓക്കെ, അപ്പം ഇതുവരെ നമ്മൾ റെഡ് ബ്ലഡ് സെൽസ് വരെ പറഞ്ഞു. ഇനി വൈറ്റ് ബ്ലഡ് സെൽസ്. ഈ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുമ്പം ദേ ആർ സ്പെറിക്കൽ, ഗ്രാനുലാർ വിത്ത് വിസിബിൾ ന്യൂക്ലിയൈ, 10 to 15 മൈക്രോമീറ്റർ ഇൻ സൈസ്. ഇനിയും ഡീജനറേറ്റീവ് WBC ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഡിസ്റ്റോർട്ടഡ്, സ്മോൾ ആൻഡ് ഹാവ് ഫ്യൂവർ ഗ്രാനുൾസ്. ഇത് ക്ലംസ് ആയിട്ട് കാണുവാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ഇൻഫെക്ഷൻ. അത്രയേ ഉള്ളൂ WBC. ഇനിയും നോർമലി എന്ന് പറയുമ്പോൾ നമുക്ക് WBC കാണാൻ പറ്റും. അതെന്ന് വെച്ചാൽ ബട്ട് 0 to 1 WBCs may be seen per high power field. നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ 0 to 2 യൂറിനിൽ നമുക്ക് കാണാൻ പറ്റും. ബട്ട് ഇഫ് ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ 10 ഇറ്റ് മീൻസ് ഇറ്റ് ഇസ് സജസ്റ്റീവ് ഓഫ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ മോർ ദാൻ 10 WBCs ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് സജസ്റ്റീവ് ഓഫ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്. അടുത്തെന്ന് പറയുമ്പം എപ്പിത്തീലിയൽ സെൽസ്. എപ്പിത്തീലിയൽ സെൽസ് എന്ന് പറയുമ്പം 3 ടൈപ്പ് ഉണ്ട്. സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽസ്, ട്രാൻസിഷണൽ എപ്പിത്തീലിയൽ സെൽസ്, റീനൽ ട്യൂബുലർ എപ്പിത്തീലിയൽ സെൽസ്. സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽസ് എന്ന് പറയുമ്പോൾ ദേ ആർ ലാർജ്, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലായിരിക്കും. അതേപോലെ സൈറ്റോപ്ലാസം ഒത്തിരി ഉണ്ടാകും, ഒരു സ്മോൾ ന്യൂക്ലിയസ് ആവും. അത്രയേ ഉള്ളൂ സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽസിനെ കുറിച്ച് അറിഞ്ഞിരിക്കാം. ഇപ്പം ട്രാൻസിഷണൽ എപ്പിത്തീലിയൽ സെൽസ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഡയമണ്ട് ഓർ പെയർ ഷേപ്ഡ്. ഇറ്റ് ഈസ് മെയിൻലി സീൻ ആഫ്റ്റർ കാത്തട്രൈസേഷൻ. ഇനി റീനൽ ട്യൂബുലർ എപ്പിത്തീലിയൽ സെൽസ് ആണെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ഷേപ്പ് പറയാൻ പറ്റില്ല, ബട്ട് മോസ്റ്റ്ലി ഇറ്റ് ഇസ് സ്പെറിക്കൽ. ഇറ്റ് ഇസ് സീൻ ഇൻ കണ്ടീഷൻസ് സച്ച് ആസ് acute tubular necrosis, pyelonephritis, viral infection of kidney, allograft rejection, പിന്നെ ഹെവി മെറ്റൽ പോയ്സണിങ്. ഈ കേസസിലാണ് റീനൽ ട്യൂബുലർ എപ്പിത്തീലിയൽ സെൽസ് കാണുന്നത്. ഇനി നമ്മൾ ഇപ്പം സെൽസ് കഴിഞ്ഞു. അതിൻ്റെ അകത്ത് റെഡ് ബ്ലഡ് സെൽസ് പറഞ്ഞു, വൈറ്റ് ബ്ലഡ് സെൽസ് പറഞ്ഞു, അതേപോലെ എപ്പിത്തീലിയൽ സെൽസും പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓർഗാനിസം. ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ ഒന്ന് നമുക്ക് ബാക്ടീരിയ കാണാൻ പറ്റും, ബാക്ടീരിയാസ് കാണാൻ പറ്റും. അതേപോലെ ഈസ്റ്റ് എന്ന് പറയുമ്പം എവ്രിതിങ് വിൽ ബി ഓൾമോസ്റ്റ് ദ സെയിം സൈസ്. ഒരുമാതിരി RBC കാണുന്ന പോലെ ആയിരിക്കും, എക്സെപ്റ്റ് ഈസ്റ്റിൽ ബഡ് ഫോമിങ് കാണും. പിന്നെന്ന് പറയുക ട്രൈക്കോമോണാസ്. ട്രൈക്കോമോണാസ് എന്ന് പറയുമ്പം ഒരു പിയർ ഷേപ്ഡ് ഓർഗാനിസം ആവും. പിന്നെ അതിനൊരു 4 ഫ്ലജെല്ലാസ് കാണും, ട്രൈക്കോമോണാസ്. പിന്നെ എഗ്സ് ഓഫ് ഷിസ്റ്റോസോമിയ, അതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് പ്രിവലന്റ് ഇൻ ഇൻഫെക്ഷൻസ്. ഇത് മെയിനായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ ഈജിപ്തിലാണ്. ഓർഗാനിസംസ് ഇതൊക്കെ കാണുന്നു എന്ന് അറിഞ്ഞിരുന്നാൽ മതി, ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. അത് യൂറിനിൽ ബാക്ടീരിയ കാണാം, ഈസ്റ്റ് കാണാം, ട്രൈക്കോമോണാസ് കാണാം, എഗ്സ് ഓഫ് ഷിസ്റ്റോസോമിയ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കാസ്റ്റ്. ഇപ്പം നമ്മൾ സെൽസ് പറഞ്ഞു, ഓർഗാനിസംസ് പറഞ്ഞു, ഇനി കാസ്റ്റ്. കാസ്റ്റ് എന്ന് പറയുമ്പം ഇതെന്ന് വെച്ചാൽ സിലിണ്ട്രിക്കൽ അല്ലെങ്കിൽ സിഗാർ ഷേപ്ഡ് മൈക്രോസ്കോപ്പിക് സ്ട്രക്ചേഴ്സ് ആണ്, formed in the distal renal tubules and collecting ducts. Casts are composed of precipitate of a protein that is secreted by the tubule. ഈ പ്രോട്ടീൻ്റെ പേരാണ് ടാം ഹോസ്ഫോൾ പ്രോട്ടീൻ. അപ്പം കാസ്റ്റ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് ഇറ്റ് ഇസ് എ സിലിണ്ട്രിക്കൽ ഷേപ്ഡ് മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ. It is formed in the renal tubules or the collecting ducts. It is formed with the help of the protein ടാം ഹോസ്ഫോൾ പ്രോട്ടീൻ. ഈ കാസ്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഓർത്തിരിക്കേണ്ടതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ഓൺലി എലിമെൻറ്റ് ഓഫ് യൂറിനറി സെഡിമെൻറ്റ് ദാറ്റ് ഇസ് സ്പെസിഫിക് ഫോർ റീനൽ ഒറിജിൻ. It is the only component of urinary sediment that is specifically of renal origin. ഇനി കാസ്റ്റ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഉണ്ട്, എസെല്ലുലാർ ഉണ്ട്, സെല്ലുലാർ ഉണ്ട്. എസെല്ലുലാർ എന്ന് പറയുമ്പം ഹയലീൻ ആവാം, ഗ്രാനുലാർ ആവാം, വാക്സി ആവാം, ഫാറ്റി, പിന്നെ ബ്രോഡ്. സെല്ലുലാർ എന്ന് പറയുമ്പോൾ റെഡ് സെൽസ്, വൈറ്റ് സെൽസ്, എപ്പിത്തീലിയൽ സെൽസ്.
അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എ സെല്ലുലാർ. ഇപ്പൊ ഇതിന്റെ ഷേപ്പ് കണ്ടല്ലോ, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് നമ്മുടെ കാസ്റ്റിനെ കാണാൻ പറ്റുന്നത്. ഹയലിൻ ആണ് മോസ്റ്റ് കോമൺ. ഇനി ഹയലിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് സിലിണ്ടറിക്കൽ വിത്ത് പാരലൽ സൈഡ്സ്, ബ്ലണ്ട് ആൻഡ് റൗണ്ടഡ് എൻഡ്സ്. ഇത് സീൻ എന്ന് വെച്ചാൽ ഫീവർ, സ്റ്റെനുവസ് എക്സസൈസ്, ഗ്ലോമെറുലാർ പ്രോട്ടീനൂറിയ, ആ കണ്ടീഷൻസിലാണ് ഹയലിൻ കാസ്റ്റ് കാണുന്നത്. ഹയലിൻ കാസ്റ്റ് എന്ന് പറയുമ്പം സിലിണ്ടറിക്കൽ, പാരലൽ സൈഡ്സ് ഉണ്ട്, ബ്ലണ്ട് എഡ്ജസ് ആണ്. ഹയലിനെ കുറിച്ച് അത്ര അറിഞ്ഞിരിക്കാനുള്ളൂ. ഇറ്റ് ഈസ് എ മോസ്റ്റ് കോമൺ, സിലിണ്ടറിക്കൽ, പാരലൽ, പിന്നെ ബ്ലണ്ട് എൻഡ്സ്. ഇനി അടുത്തത് പറയുമ്പോൾ ഗ്രാനുലാർ കാസ്റ്റ്. ഗ്രാനുലാർ കാസ്റ്റ് എന്ന് പറയുമ്പം അഗൈൻ നമ്മുടെ കാസ്റ്റ് എല്ലാം ഒരുമാതിരി സിലിണ്ടറിക്കൽ ഷേപ്പിൽ തന്നെയാണ്. അപ്പോൾ ഗ്രാനുലാറും സിലിണ്ടറിക്കൽ, ഇതിൽ നോക്ക് കുറേ കോഴ്സ് ഫൈൻ ഗ്രാന്യൂൾസ് ഉണ്ട്. അപ്പോൾ ഗ്രാനുലാർ കാസ്റ്റ് എന്നതിന് പറയും. ഇത് കാണുന്നതെന്ന് വെച്ചാൽ ഗ്ലോമെറുലോ നെഫ്രൈറ്റിസിലും പൈലോ നെഫ്രൈറ്റിസിലുമാണ്. ഇനി വാക്സി കാസ്റ്റ്. വാക്സി കാസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്മൂത്ത് ഗ്ലാസി അപ്പിയറൻസ് ആണ്. ഇത് കാണുന്നതെന്ന് വെച്ചാൽ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ. എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയറിലാണ് വാക്സി കാസ്റ്റ് കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഹയലിൻ കാസ്റ്റ്. ഹയലിൻ കാസ്റ്റ് എന്ന് പറയുമ്പം സിലിണ്ടറിക്കൽ, പാരലൽ, ബ്ലണ്ട് എൻഡ്സ്. ഗ്രാനുലാർ കാസ്റ്റ് എന്ന് പറയുമ്പം സിലിണ്ടറിക്കൽ ആണ്, നമുക്ക് കുറേ ഗ്രാന്യൂൾസ് കാണാൻ പറ്റും. വാക്സി എന്ന് പറയുമ്പം സ്മൂത്ത് ഗ്ലാസി അപ്പിയറൻസ് ആണ്. ഇനി ഫാറ്റി കാസ്റ്റ്. ഫാറ്റി കാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് സിലിണ്ടറിക്കൽ സ്ട്രക്ചർ ഫിൽഡ് വിത്ത് ഫാറ്റ് ഗ്ലോബ്യൂൾസ്. ഒരു സിലിണ്ടറിക്കൽ സ്ട്രക്ചർ ആണ്, ഇൻസൈഡിൽ നമുക്ക് ഫാറ്റ് ഗ്ലോബ്യൂൾസ് കാണാൻ പറ്റും. ഇറ്റ് ഇസ് സീൻ ഇൻ നെഫ്രോട്ടിക് സിൻഡ്രോം. ഇനി ബ്രോഡ്കാസ്റ്റ്. ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് സീൻ ഇൻ ക്രോണിക് റീനൽ ഫെയിലിയർ. ഇത് ഇറ്റ് ഇസ് ഫോംഡ് ഇൻ ദ ഡിസ്റ്റൽ ട്യൂബ്യൂൾ. ഈ ബ്രോഡ്കാസ്റ്റിനെ കുറിച്ച് അത്രയ്ക്കൊന്നും പറഞ്ഞിട്ടില്ല, ഇത്രയും അറിഞ്ഞാൽ മതി. ഇറ്റ് ഇസ് സീൻ ഇൻ ക്രോണിക് റീനൽ ഫെയിലിയർ. ഈ സെല്ലുലാർ കാസ്റ്റ്, നമ്മളിവിടെ ഇതെല്ലാം പറഞ്ഞത് എ സെല്ലുലാർ കാസ്റ്റ് ആണ്. ഇനി പറയാൻ പോകുന്നത് സെല്ലുലാർ കാസ്റ്റ്. സെല്ലുലാർ കാസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് റെഡ് സെൽസ് ഉണ്ട്. ദേ ആർ സിലിണ്ടറിക്കൽ ആൻഡ് അപ്പിയർ ബ്രൗൺ ഇൻ കളർ. വൈറ്റ് സെൽ, ഇതാണ് നമ്മുടെ വൈറ്റ് സെൽ കാസ്റ്റ്. വൈറ്റ് സെൽ കാസ്റ്റ് എന്ന് പറയുമ്പോൾ ദേ ആർ സിലിണ്ടറിക്കൽ വിത്ത് വൈറ്റ് സെൽസ് എംബഡഡ് ഇൻ ദം. അപ്പം റെഡ് സെൽ എന്ന് പറയുമ്പോൾ സിലിണ്ടറിക്കൽ സ്ട്രക്ചേഴ്സ് with red cells in Tam-Hoffman protein matrix. They appear brown color due to hemoglobin. If present, they help to differentiate hematuria due to glomerular disease from hematuria due to other cause. നമ്മൾ നേരത്തെ റെഡ് സെൽസിൽ പറഞ്ഞല്ലോ ഹെമറ്റൂറിയ ഉള്ളപ്പോൾ ഇറ്റ് ക്യാൻ ബി ഗ്ലോമെറുലാർ ഓർ നോൺ ഗ്ലോമെറുലാർ. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് നമ്മൾ റെഡ് സെൽ കാസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇനി വൈറ്റ് സെൽസ് കാസ്റ്റ് ആണെങ്കിൽ ദീസ് ആർ സിലിണ്ടറിക്കൽ സ്ട്രക്ചേഴ്സ് എംബഡഡ് ഇൻ ടാം-ഹോഫ്മാൻ പ്രോട്ടീൻ. ഇത് റെഡ് സെൽസും ഇത് വൈറ്റ് സെൽസും. ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് ക്രിസ്റ്റൽസ്. അപ്പം സെൽസ് പറഞ്ഞു, ഓർഗാനിസംസ് പറഞ്ഞു, ക്ലാസ് പറഞ്ഞു, ഇനി ക്രിസ്റ്റൽസ്. ക്രിസ്റ്റൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഒരു ഡെഫിനറ്റ് ജോമെട്രിക് ഷേപ്പ് ഉണ്ട് അതിന്, which is formed by the arrangement of atoms and molecules. Crystals നമുക്ക് 2 types ഉണ്ട്, നോർമലും അബ്നോർമലും. നോർമൽ ക്രിസ്റ്റൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ യൂറിനറി ട്രാക്റ്റിൽ കാണുന്നതാണ്. അബ്നോർമൽ എന്ന് പറയുമ്പോൾ ഉള്ളി ഡിസീസ്ഡ് സ്റ്റേറ്റിൽ മാത്രമേ അത് കാണൂ. നോർമൽ ക്രിസ്റ്റൽസ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് അസിഡിക് യൂറിനിൽ കാണുന്നത്. അത് 3 എണ്ണം ഉണ്ട്. കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ്, യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് and amorphous ureates. Calcium oxalate crystals എന്ന് പറയുമ്പോൾ these are colorless envelope shaped. ഇത് കണ്ടല്ലോ ഒരു envelope shape അല്ലേ. These are envelope shaped crystals. ഇത് മെയിനായിട്ട് എപ്പോഴാണ് കാണുന്ന യൂറിനിൽ എന്ന് വെച്ചാൽ എത്തിലീൻ ഗ്ലൈക്കോൾ പോയ്സണിങ്. കാൽഷ്യം ഓക്സലേറ്റ് കാണുന്നത് എത്തിലീൻ ഗ്ലൈക്കോൾ പോയ്സണിങ്ങിലാണ്. ഇറ്റ് ഈസ് എ envelope shaped crystal. ഇനി അടുത്തെന്ന് പറയുമ്പം യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ്.
They are yellow in color. ഈ ഷേപ്പ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് വേരിയബിൾ, ഒരു സ്പെസിഫിക് ഷേപ്പ് എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് എ വേരിയബിൾ ഷേപ്പാണ്. ആൻഡ് ദേ ആർ യെല്ലോ ഇൻ കളർ. അതാണ് നമുക്ക് ഓർത്തിരിക്കേണ്ടത്. പിന്നെ ഇത് ഫൗണ്ട് ഇൻ ഗൗട്ട് ആൻഡ് ലുക്കീമിയ, യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ്. ഇനി അമോർഫസ് യൂറിയേറ്റ്സ്. ഈ അമോർഫസ് യൂറിയേറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കാണാം ദേ ആർ ഫൈൻ ഗ്രാന്യൂൾസ്, പിന്നെ യൂഷ്വലി യെല്ലോ ഇൻ കളർ. അതാണ് നമ്മുടെ അമോർഫസ് യൂറിയേറ്റ്സ്. ഈ മൂന്നും ഇപ്പോൾ പറഞ്ഞത്, അതായത് കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ്, യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ്, അമോർഫസ് യൂറിയേറ്റ്സ്, ഇത് മൂന്നും കാണുന്നത് അസിഡിക് യൂറിനിലാണ്. ആൽക്കലൈൻ യൂറിൻ എന്ന് പറയുമ്പോൾ amorphous phosphates. These occur as colorless small granules. Amorphous phosphates. അതാണ് സ്മോൾ കളർലെസ് ഗ്രാനുവൽസ് ആയിട്ട് നമുക്ക് കാണാം. ഇവിടെ നമുക്ക് കുറേ ഗ്രാനുവൽസ് ആയിട്ട് കാണാം, അത് അമോർഫസ് യൂറിയേറ്റ്സ്. ഇനി അമോണിയം യൂറിയേറ്റ് ക്രിസ്റ്റൽസ്. ഇതെന്ന് പറയുമ്പോൾ ഒരു കാക്ടസ് ലൈക്ക് അപ്പിയറൻസ് ആണ് നമ്മുടെ അമോർഫസ് യൂറിയേറ്റ് ക്രിസ്റ്റൽസിന്. ഇത് രണ്ടും കാണുന്നത് ആൽക്കലൈൻ യൂറിനിലാണ്, അമോർഫസ് ഫോസ്ഫേറ്റും അമോർഫസ് യൂറിയേറ്റും. അമോർഫസ് ഫോസ്ഫേറ്റ് എന്ന് പറയുമ്പോൾ കളർലെസ് ഗ്രാനുവൽസ്, അമോർഫസ് യൂറിയേറ്റ് എന്ന് പറയുമ്പോൾ ഒരു കാക്ടസ് ലൈക്ക് അപ്പിയറൻസ് ആണ്. ഇനി ട്രിപ്പിൾ ഫോസ്ഫേറ്റ്. ദേ ആർ കളർലെസ് ഷൈനി 3 to 6 സൈഡഡ് പ്രിസംസ്. ഇത് കണ്ടല്ലോ, ഒരു പ്രിസം ഷേപ്പാണ് വിത്ത് ഒബ്ലീക് സർഫസസ് അറ്റ് ദി എൻഡ്. വിത്ത് ഒബ്ലീക് സർഫസ്. ഒരു പ്രിസത്തിനെ ഓർത്താൽ മതി, എന്നിട്ട് ആ പ്രിസം, ഒരു കളർലെസ് പ്രിസം നമ്മൾ അങ്ങ് ഡിഫൈൻ ചെയ്താൽ മതി. ഇനിയും അബ്നോർമൽ ക്രിസ്റ്റൽസ്. അബ്നോർമൽ ക്രിസ്റ്റൽസ് എന്ന് പറയുമ്പം ഫസ്റ്റ് എന്ന് പറയുമ്പം സിസ്റ്റീൻ ക്രിസ്റ്റൽ ആണ്. ഇതൊരു ഹെക്സോഗണൽ ഷേപ്പാണ്. ഇത് കാണുന്നത് സിസ്റ്റിനൂറിയലാണ്. സോ ഫസ്റ്റ് വൺ സിസ്റ്റീൻ ക്രിസ്റ്റൽസ്, അബ്നോർമൽ ഇൻ ഷേപ്പ്, അതായത് ഹെക്സോഗണൽ ഇൻ ഷേപ്പ്, സീൻ ഇൻ സിസ്റ്റിനൂറിയ. സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ കൊളസ്ട്രോൾ ക്രിസ്റ്റൽസ്. ഇതൊരു ഫ്ലാറ്റ് റെക്റ്റാങ്കിൾ പോലെ, ഫ്ലാറ്റ് റെക്റ്റാങ്കിൾ ഇൻ ഷേപ്പ്, സീൻ ഇൻ നെഫ്രോട്ടിക് സിൻഡ്രോം. നെഫ്രോട്ടിക് സിൻഡ്രത്തിലാണ് ഇത് കാണുന്നത്. പിന്നെ തേർഡ് എന്ന് പറയുമ്പോൾ ബിലിറൂബിൻ ക്രിസ്റ്റൽസ്. ഇത് നമുക്കിവിടെ കാണാം, ബ്രൗൺ ഷേപ്ഡ് ആണ്. പിന്നെ ഒരു ബിലിറൂബിൻ ക്രിസ്റ്റൽസ് എന്ന് പറയുമ്പോൾ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിലാണ് നമ്മളിത് കാണുന്നത്. ഇനി അടുത്തത് ടൈറോസിൻ. ടൈറോസിൻ ഇത് നമുക്ക് നോക്കുമ്പോഴേ ഒരു നീഡിൽ പോലെ കാണാമല്ലോ, അതാണ് നമ്മുടെ ടൈറോസിൻ ക്രിസ്റ്റൽസ്. ഇത് യൂഷ്വലി യെല്ലോ ഇൻ കളറാണ് ഈ ടൈറോസിൻ ക്രിസ്റ്റൽസ്. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ സൾഫോണമൈഡ്. സൾഫോണമൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെയും നമുക്ക് ഷേപ്പ് വേരിയബിൾ ആണ്, ബട്ട് യൂഷ്വലി ദേ അപ്പിയർ ആസ് നീഡിൽ ലൈക്ക്. ഈ നമ്മൾ ടൈറോസിൻ ക്രിസ്റ്റൽ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ സൾഫോണമൈഡ് ക്രിസ്റ്റൽസും, ദേ അപ്പിയർ നീഡിൽ ലൈക്ക്. പിന്നെ അടുത്തതാണ് നമ്മുടെ ലാസ്റ്റ്, അതായത് ല്യൂസിൻ. അതെന്ന് പറയുമ്പോൾ ബ്രൗൺ കളേർഡ് സ്പിയേഴ്സ്. ഇത് സീൻ ഇൻ ലിവർ സിറോസിസ്. ഇത് മെയിനായിട്ട് കാണുന്നത് നമ്മുടെ ലിവർ സിറോസിസിലാണ് ല്യൂസിൻ. ഇതൊരു ബ്രൗൺ കളേർഡ് സ്ഫിയർ ആണ്. അപ്പം ടോപ്പിക് അത്രയേ ഉള്ളൂ.